കുട്ടികളുടെ പോരായ്മകൾക്ക് അല്ലെങ്കിൽ കുറവുകൾക്ക് അവരെ നിരന്തരം കുറ്റപ്പെടുത്തുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന ഈ കഥ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കൂ. സൂർദാസ് എന്നൊരു ഭക്തകവി 15ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിലെ ബൂട്ട് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു. ബൂർജാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ജന്മനാ തന്നെ അന്ധനായിരുന്നു. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ അവഗണനയും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന് തന്നോട് തന്നെ ദേഷ്യവും അരിശവുമായിരുന്നു. അദ്ദേഹത്തിന് ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ഗുരുവിനെ അദ്ദേഹം കണ്ടെത്തി. ആ ഗുരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംഗീതത്തെ കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. അന്നു മുതൽ അദ്ദേഹം ഹൃദയം കൊണ്ട് ഈ ലോകത്തെ കാണാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിയിരുന്ന ആ സംഗീതത്തെ വളർത്തി വികസിപ്പിച്ച് ലോകപ്രശസ്തനായ കവിയും സംഗീതജ്ഞനുമായി തീർന്നു. അക്ബറിൻ്റെ സംഗീത സദസ്സിൽ പോലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു. അത്രയും മനോഹരമായ, അത്രയും സമൃദ്ധനായ ഒരു കവിയായി അദ്ദേഹം മാറിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സഹായത്തോടെയാണ്. ഗുരു ചെയ്തത് ഇത്രമാത്രമായിരുന്നു. അന്ധനായ സൂർദാസിൻ്റെ ഉള്ളിലെ കവിതയെ, സംഗീതത്തെ കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. സൂർദാസ് ആവട്ടെ വലിയ ഒരു കൃഷ്ണഭക്തനായിരുന്നു. ശ്രീകൃഷ്ണനുമായി ഒരു വലിയ സൗഹൃദ ബന്ധം തന്നെ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. സ്വയം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിലെ പ്രതിഭയെ, ദൈവം തന്ന സംഗീതത്തെ തിരിച്ചറിയാനും കണ്ടെത്താനും കഴിഞ്ഞപ്പോൾ മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും മാറ്റമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെക്കുറിച്ച് നോക്കുമ്പോൾ അവരുടെ ഇല്ലായ്മ, അവരുടെ പോരായ്മകൾ, അവരുടെ കുറവുകൾ, അവരുടെ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെയാണ് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണുന്നതെങ്കിലും ഈശ്വരൻ ആരെയും വെറുതെ സൃഷ്ടിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈശ്വരൻ അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന, അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ മഹത്വത്തെ, പ്രതിഭയെ കണ്ടെത്തുവാനും അതിനെ പരിലാളിക്കുവാനും പരിപോഷിപ്പിക്കുവാനും നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഓരോ കുട്ടിയും മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെ എൻ്റെ മക്കളെ നന്നായ രീതിയിൽ സഹായിക്കണം, വളരാൻ സഹായിക്കണം, മിടുക്കരാകാൻ സഹായിക്കണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് സഹായകമായ ഒരു പുസ്തകം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. വേര് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ കോപ്പികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.